بسم الله الرحمن الرحيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. ഇന്ന് ബലിപെരുന്നാളാണ്. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ലോകം മുഴുവനും ഓർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ലക്ഷോപലക്ഷം വിശ്വാസികൾ പരിശുദ്ധമായ ഹറം പ്രദേശത്ത് അള്ളാഹുവിന്റെ ദീൻ നിർബന്ധമാക്കിയ ഹജ്ജ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിലാണ് വളരെ നിർഭയരായി സന്തോഷത്തോടുകൂടി സുരക്ഷിതമായി നമ്മൾ ഇന്നിവിടെ ഈദ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകിയ ഈ മഹത്തായ അനുഗ്രഹത്തിന് നാം അങ്ങേയറ്റം നന്ദി കാണിച്ചേ പറ്റും. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ പറ്റി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ത്യാഗപൂർണമാണ്, റിസ്ക് ഉള്ളതാണ്. റിസ്ക് സഹിക്കാതെ ഒന്നും നേടുക സാധ്യമല്ല. ഓരോ കാര്യത്തിലും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം മുഴുവൻ അങ്ങേയറ്റം ത്യാഗനിർഭരമായി, അങ്ങേയറ്റത്തെ റിസ്ക് ഉള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് പിതാവിനോടാണ് ദഅവത്ത് ആരംഭിക്കുന്നത്. വീട് വിട്ടിറങ്ങി പോകാനാണ് പിതാവിന്റെ കൽപ്പന. അവസാനം വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ഭരിക്കുന്ന രാജാവുമായി സംവാദത്തിലേർപ്പെട്ടു. പക്ഷേ ആ സംവാദം മുഴുമിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അഗ്നികുണ്ഠാരത്തിൽ എറിയപ്പെട്ടു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സുരക്ഷിതനായി അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അദ്ദേഹം ഭാര്യാസമേതനായി രാജ്യം വിടുന്നു. സന്താന ലബ്ധിക്കു വേണ്ടി അഹോരാത്രം പ്രാർത്ഥിക്കുന്നു. അവസാനം അള്ളാഹു അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം നൽകുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെ അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ശേഷം കഅബാലയം നിർമ്മിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം താൻ അങ്ങേയറ്റം ആഗ്രഹിച്ച് സ്വപ്നം കണ്ട തന്റെ അരുമ സന്താനത്തെ അള്ളാഹുവിന് വേണ്ടി ബലിയറക്കണം എന്നുള്ള കൽപ്പനയുണ്ടാകുന്നു. ബലിയറുക്കാൻ അദ്ദേഹം സന്നദ്ധനാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ വരെയുള്ള ഓരോ നിമിഷവും ത്യാഗനിർഭരമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങേയറ്റം റിസ്ക് സഹിക്കാൻ നമ്മളും തയ്യാറായേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം സകലതും ലില്ലാഹി റബ്ബിൽ ആലമീൻ,
ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീന് വേണ്ടിയാണ് എന്ന വിചാരത്തോടു കൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഹനീഫായിരുന്നു എന്നുള്ളതാണ്. ഖുർആൻ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ പറഞ്ഞ ഒരു പ്രത്യേകമായ പദമാണ് ഹനീഫ്. ഖുൽ, നബിയെ താങ്കൾ പറയൂ, ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് എന്ന് പറയുന്നത് ഹനീഫാണ്. എന്താണ് ഈ ഹനീഫ്? ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, ഹനീഫ് എന്ന് പറഞ്ഞാൽ അൽ മാഇലു അൻ അദിയാനി കുല്ലിഹാ അനിൽ ഇസ്ലാം. ഇസ്ലാം മതത്തിലേക്ക് ഒന്നിനെയും കൂട്ടിക്കലർത്താത്തവൻ. നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഒട്ടേറെ ആശയങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, നമ്മൾ അവരുമായി ചേർന്നാണ് ജീവിക്കുന്നത്. പക്ഷെ എത്ര ചേർന്ന് ജീവിക്കുമ്പോഴും നമ്മുടെ ദീനിലേക്ക് മറ്റു മതങ്ങളുടെ, മറ്റു ഇസങ്ങളുടെ, മറ്റു പ്രത്യയശാസ്ത്രങ്ങളുടെ ആശയങ്ങൾ കടന്നു വരാത്ത വിധം, അതിനെ കൂട്ടിക്കലർത്താത്ത വിധം സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾ, അതാണ് ഹനീഫ്. ഇബ്രാഹിം നബി അങ്ങനെയുള്ള ആളായിരുന്നു എന്നാണ്. അതിനർത്ഥം നമ്മളും ഹനീഫായി ജീവിക്കണം, നമ്മളും ഓരോ ഹനീഫുമാരാവണം എന്നാണ്. ഖുർആൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ. അദ്ദേഹം ഒരു ജൂതനോ ക്രൈസ്തവനോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഹനീഫായ ഒരു മുസ്ലിം ആയിരുന്നു. നേരെ ചൊവ്വേ നിലകൊണ്ട, തന്റെ ജീവിതത്തിലേക്ക്, തന്റെ ആശയത്തിലേക്ക് മറ്റൊരൊന്നിനെയും കൂട്ടിക്കലർത്താത്ത ഒരു മുസ്ലിം ആയിരുന്നു. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. മാത്രവുമല്ല, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ട ആളുമായിരുന്നില്ല. ആദ്യം ജൂതനല്ല, ക്രൈസ്തവനല്ല, മുശ്രിക്കുമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത്രമാത്രം ഇബ്രാഹിം നബിയുടെ ആശയത്തെ, ആദർശത്തെ വളരെ കൃത്യതയോടുകൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്, ഇന്ന് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്നാണ്. അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം. നിർഭയത്വം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള നിർഭയത്വമുണ്ട്. ഒന്ന്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ട നിർഭയത്വം. അതുപോലെ തന്നെ രണ്ടാമത്തെ നിർഭയത്വം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ഉണ്ടായിരിക്കേണ്ട നിർഭയത്വം. ഈ രണ്ട് നിർഭയത്വവും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ഇവിടെ പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തെ നിർഭയത്വം, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട നിർഭയത്വം, ആ നിർഭയത്വം നഷ്ടപ്പെട്ടു പോയാൽ, ആ അമ്ന് നഷ്ടപ്പെട്ടു പോയാൽ നാം ഈ ദീനിൽ നിന്ന് തന്നെ നമ്മൾ തെറിച്ചു പോകും എന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ആർക്കാണ് നിർഭയത്വം? വിശ്വസിക്കുകയും തങ്ങളുടെ ഈമാനിലേക്ക് ഒന്നിനെ കൊണ്ടും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ, കറകളഞ്ഞ വിശ്വാസമുള്ള ആളുകൾ. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് യഥാർത്ഥത്തിലുള്ള നിർഭയത്വം, അമ്നുള്ളത്. അവരൊന്നിനെയും പേടിക്കില്ല, പടച്ചറപ്പിനെയല്ല. അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട, താങ്ങി നിർത്തേണ്ട യാതൊരു കാര്യവുമില്ല. അവർ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. അങ്ങനെയുള്ള പടച്ചവനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ നിർഭയത്വം, അതൊരു വിശ്വാസിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ നാം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്കിനെ നീ സൂക്ഷിക്കണം, അത് ഏറ്റവും കൊടിയ വലിയ പാതകമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ലോകത്ത് എവിടെയും മുസ്ലിം ചർച്ച ചെയ്യപ്പെടുകയാണ്. മുസ്ലിമിനെ പറ്റിയാണ് ചർച്ച. അവൻ എന്ത് ചെയ്താലും വാർത്തയാണ്. എന്തുകൊണ്ട് മുസ്ലിമിന്റെ വീഴ്ചകൾ ഇങ്ങനെ പെരുപ്പിച്ചു കാണിക്കപ്പെടുന്നു? ഒരു ഭാഗത്ത്
ഇസ്ലാമും മുസ്ലിങ്ങളും പീഡിപ്പിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും തീവ്രവാദികളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മറുഭാഗത്ത് മുസ്ലിമിന്റെ ചെയ്തികൾ കൊണ്ട് ഇസ്ലാമും മുസ്ലിങ്ങളും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നു. രണ്ടു ഭാഗവും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോയാൽ മതിയോ? നമുക്ക് പവിത്രമായൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് വ്യക്തമായൊരു മാർഗമുണ്ട്. നമ്മുടെ ലക്ഷ്യവും മാർഗവും പരമപരിശുദ്ധമാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നന്നായാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നാവണം. അത് രണ്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഞാൻ നേരത്തെ ഓതി വെച്ച വചനം, സൂറത്ത് ഹജ്ജിന്റെ 78-ാമത്തെ വചനം, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യണം. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ? ത്യാഗമാണ്, റിസ്ക് ആണ് ജിഹാദ്. നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ റിസ്ക് സഹിക്കേണ്ട വിധം നിങ്ങൾ റിസ്ക് സഹിക്കണം എന്നാണ്. അള്ളാഹിന്റെ മാർഗത്തിലുള്ള സായുധ പോരാട്ടം മാത്രമല്ല ജിഹാദ്. എല്ലാം സഹിക്കേണ്ടി വന്ന ഏത് സംഗതിയാണെങ്കിലും അതൊക്കെ ജിഹാദിന്റെ പരിധിയിൽപ്പെടുന്നു. ആ കൂട്ടത്തിൽ പെട്ടതാണ് സായുധമായ പോരാട്ടം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യണം. ഹുവ ഇജ്തബാക്കും, അള്ളാഹു നിങ്ങളെയാണ് അതിന് തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു ഈ ദീനിൽ ഒരു തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം നമുക്ക് അനുഗുണമായതാണ്, അനുയോജ്യമായതാണ്. റിസ്ക് ഉള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി, ഹറജുള്ള ഒരു കാര്യം അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല. മില്ലത്തി അബീക്കും ഇബ്രാഹിം, അതാണ് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ൽ വഫീ ഹാദാ, അന്നും ഇന്നുമൊക്കെ ആ സമൂഹത്തിന് മുസ്ലിം എന്നാണ് പേര്. അതാണ് മുസ്ലിം. മില്ലത്തു ഇബ്രാഹിം വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണോ അവനാണ് മുസ്ലിം. എന്നിട്ട് നമ്മളോട് ഒരു കാര്യം കൂടി പറയുന്നു, ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാഅ അലന്നാസ്, പ്രവാചകൻ നിങ്ങൾക്ക് എങ്ങനെ സാക്ഷിയായി കാണിച്ചു തന്നോ, സാക്ഷിയായി ജീവിച്ചോ, അതുപോലെ നിങ്ങളും ഈ ലോകത്തിന് വേണ്ടി സാക്ഷിയാവുക. നമ്മുടെ ഡ്യൂട്ടി അതാണ്. പിന്നെയോ ഫഅഖീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വഅതുസ്സകാത്ത്, സകാത്ത് കൊടുക്കണം. വഅതസിമു ബില്ലാഹ്, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, ഒന്നിച്ചു നിൽക്കണം, അനൈക്യപ്പെട്ടു പോകരുത്, ഭിന്നിച്ചു പോകരുത്. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷകൻ. ഫനിഅമൽ മൗല, എത്ര മുന്തിയ എത്ര നല്ല രക്ഷിതാവാണ് അവൻ. വനിഅമൻ നസീർ, എത്ര നല്ല സഹായിയാണ് അവൻ. നിങ്ങൾ ആലോചിച്ച് ഒരൊറ്റ ആയത്തിൽ അള്ളാഹു ആരാണ് മുസ്ലിം, എന്താണ് അവന്റെ ഡ്യൂട്ടി, അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനായിരിക്കുമ്പോഴാണ് ഞാനൊരു മുസ്ലിം ആവുക. എന്റെ നാവിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ, നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുമ്പോഴാണ് ഞാനൊരു മുസ്ലിം ആവുക. എന്നെ കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്നത്. ഓരോ മുസ്ലിമിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ ഈ വാചകം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മൾ പലപ്പോഴും നമ്മെപ്പറ്റി, ഞാൻ എന്നെ പറ്റി ചിന്തിക്കാറില്ല, നമ്മൾ മറ്റവനെ പറ്റി ആലോചിക്കുക. നമ്മൾ ഓർക്കേണ്ടത്, നമ്മിൽ നിന്ന് അഥവാ എന്നിൽ നിന്ന് മറ്റുള്ളവർ എന്ത് പ്രതീക്ഷിക്കുന്നു, എന്നിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കൂ. നിങ്ങൾ ഓരോരുത്തരും എന്നിൽ നിന്ന് മറ്റുള്ള ആളുകൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ സഹോദരൻ, എന്റെ മാതാപിതാക്കൾ, എന്റെ മക്കൾ, എന്റെ ഇണ, എന്റെ നാട്ടുകാർ, എന്റെ അയൽവാസി, എന്റെ സമുദായം, എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അന്യമതസ്ഥനായ എന്റെ സഹോദരൻ, അതുപോലെ എന്റെ രാജ്യം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിംഹു വലാ യുസ്ലിംഹു, അവൻ അവനെ ആക്രമിക്കുകയില്ല, അവൻ അവനെ അക്രമികൾ കേൾപ്പിച്ചു കൊടുക്കുകയില്ല. മൻ കാന ഫീ ഹാജതി അഖീഹി
കാനല്ലാഹു ഫീ ഹാജതിഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ, അവന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ, അള്ളാഹു നമ്മുടെ കാര്യത്തിലും ഉറവിയുണ്ടാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇമാം മുസ്ലിമും ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അൻ-നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. അത് യുദ്ധമല്ല, കലാപമല്ല, വർഗീയതയല്ല. പിന്നെന്താണ്? അൻ-നസീഹ, അത് ഗുണകാംക്ഷയാണ്. ആരോടുള്ള ഗുണകാംക്ഷ? ലില്ലാഹി, റബ്ബിനോടുള്ള ഗുണകാംക്ഷ. വലി കിതാബിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള ഗുണകാംക്ഷ. വലി റസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഗുണകാംക്ഷ. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കന്മാരോടുള്ള ഗുണകാംക്ഷ. വഅഅമതിഹിം, മുസ്ലിം പൊതുസമൂഹത്തോടുള്ള ഗുണകാംക്ഷ. എന്ന് പറഞ്ഞാൽ എല്ലാവരോടുള്ള ഗുണകാംക്ഷയാണ് ദീൻ എന്ന് പറയുന്നത്. ഇത്രയും സുന്ദരമായ ഈ മതത്തെ പറ്റിയാണ് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ സമകാലിക ലോകത്ത് നോക്കുമ്പോൾ മുസ്ലിം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം എവിടെ നിൽക്കുന്നു? എല്ലാറ്റിൻ്റെയും കൂടെ മുസ്ലിം ഉണ്ട്. മദ്യം, ചൂതാട്ടം, വ്യഭിചാരം, പലിശ, തീവ്രവാദം, ഭീകരത, ശിർക്ക്, ബിദ്അത്തുകൾ, കപട ആത്മീയത, ഖബർ പൂജ, ഉറുക്ക്, ഏൽസ്, അങ്ങനെ തുടങ്ങിയ സകലതിന്റെയും പിന്നിൽ മുസ്ലിമുകളുടെ കൈകളുണ്ട്, അവരുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സമുദായത്തെ എങ്ങനെയാണ് അള്ളാഹു സഹായിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന നാൾ അടുക്കുമ്പോൾ ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് വയറൊട്ടിയ ആളുകൾ കൈകൾ നീട്ടുന്നത് പോലെ ഈ സമുദായത്തിന്റെ നേർക്ക് അനവധി കൈകൾ നീണ്ടുവരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, അന്ന് ഞങ്ങൾ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, നമ്മൾ കുലം തുച്ഛമായിരിക്കുമോ? അല്ല, ബൽഹും കസീർ, അല്ല, നിങ്ങൾ ഒരുപാട് ആളുണ്ടാവും, പക്ഷേ നിങ്ങൾ ഒലിച്ചു വരുന്ന വെള്ളത്തിലെ ചപ്പു ചവറുകളൊക്കെ പോലെയായിരിക്കും, ഒന്നിനും കൊള്ളരുതാത്ത ആളുകളായിത്തീരും അന്ന്. എന്നിട്ട് മാത്രവുമല്ല, അള്ളാഹു നിങ്ങൾക്ക് വഹ്ന് നിക്ഷേപിക്കും, നിങ്ങളുടെ മനസ്സുകളിൽ വഹ്നിട്ട് തരും. ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ഭീതി അള്ളാഹു നീക്കിക്കളയും. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ വഹ്ന് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ വഹ്നു ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ പ്രണയവും മരണത്തോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പും, അതാണ് വഹ്ന്. ഇന്ന് ഈ സമുദായത്തെ വഹ്ന് ബാധിച്ചിരിക്കുന്നു. മരിക്കാൻ വലിയ പേടി, ദുനിയാവിനോട് അങ്ങേയറ്റത്തെ പ്രണയം, ദുനിയാവിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം മാറിപ്പോയി എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഞാൻ ഓരോ പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. ഈ മതേതര രാജ്യത്ത്, നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. മതേതര രാജ്യത്ത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, ഡ്യൂട്ടി, അവൻ എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ ആലോചിച്ചു. അഥവാ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണോ? അതല്ല, നമുക്ക് കിട്ടിയ അവകാശങ്ങൾ, ഭരണഘടനാ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലാണോ നമ്മുടെ ഡ്യൂട്ടി? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. രണ്ടാമത് പറഞ്ഞതാണ് നമ്മുടെ ഡ്യൂട്ടി. നമുക്ക് അനുവദിച്ചു കിട്ടിയ അവകാശങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സമാധാനത്തോടുകൂടി ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സവിശേഷമായ ഒരു ഔന്നത്യമുണ്ട്. ഇതെങ്ങനെയുണ്ടായതാണ്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത സവിശേഷമായ ഒരു ഔന്നത്യം ഈ സമൂഹത്തിന്, ഈ മുസ്ലിം സമൂഹത്തിന് നമ്മുടെ നാട്ടിലുണ്ടായത് തൗഹീദ് അനുസരിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് നാം ഈ ദീൻ ജനങ്ങളുടെ മുമ്പാകെ പ്രബോധനം ചെയ്തപ്പോൾ ആളുകൾ അതിലേക്ക് വന്നു. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും സ്വാധീനങ്ങൾ ഉണ്ടായി. ഇതുപോലെ ആയിരിക്കണം എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഖുർആൻ പറയുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ ഈ ദീനിലേക്ക്
ആളുകളെ ക്ഷണിക്കുന്നതിനേക്കാൾ മഹത്തായ ഒരു വാക്ക് മറ്റൊരു വാക്കുമില്ല. ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഏറ്റവും നല്ലത് കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെ ചെയ്താൽ അവനും നിനക്കും ഇടയിലുള്ള ശത്രുത ഇല്ലാതാവുകയും അവൻ നിന്റെ ഇഷ്ടമിത്രമായി തീരുകയും ചെയ്യുന്നത്. അത് ഖുർആനിന്റെ ശാസനയാണ്, ഖുർആനിന്റെ നിർദ്ദേശമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതവും പൊതുജീവിതവും ശുദ്ധവും സുതാര്യവുമായിരിക്കണം. ആളുകൾ നമ്മെ സംശയിക്കുന്ന ഒരു ഇടപാടിലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. മാത്രവുമല്ല, ദീൻ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ 100% മുസ്ലിമായി ജീവിക്കുന്ന ഒരാളും സംശയിക്കുക. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ദീനിനെ ഹാവഭാവാദികളെ കൊണ്ട് കാണുകയും അത് കാണുമ്പോഴേക്ക് ആളുകൾ സംശയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ സമ്പൂർണമായി ദീൻ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന ഒരാളെ ആരും സംശയിക്കില്ല. എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവരും ആദരിക്കും. അത് നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രം നിങ്ങൾ ആലോചിച്ചു. നമ്മുടെ കേരളത്തിൽ ജീവിച്ച പൂർവികന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, അവരെ ആരും സംശയിച്ചില്ലല്ലോ, അവരെ ആരും ഭീകരവാദികളാക്കിയില്ലല്ലോ. എന്നിട്ടോ അവരെല്ലാവർക്കും ആവശ്യക്കാരായിരുന്നു. ആളുകൾ അവരെ ആശ്രയിച്ചു. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഉണ്ടാവണം. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതലയനമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം, ഓരോ മതത്തിന്റെയും വ്യക്തിത്വം വകവെച്ചു കൊടുക്കുക എന്നതാണ് മതസൗഹാർദ്ദം എന്നുള്ളത്. ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, മതമുള്ളവനാവട്ടെ, മതമില്ലാത്തവനാവട്ടെ, അവന്റെ ആശയവുമായി മുന്നോട്ട് പോകാം. അത് വകവെച്ചു കൊടുക്കുക എന്നതാണ് മതസൗഹാർദ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ടവനെയും അഗതികളെയും അനാഥരെയും അഭയാർത്ഥികളെയും നാം സഹായിക്കേണ്ടതുണ്ട്. അവിടെ ജാതി മത വർഗ ഭാഷാ ദേശഭേദമന്യേ മനുഷ്യനാണോ, അർഹതയുണ്ടോ, അവരെ നാം ചേർത്തു പിടിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ തിന്മകൾക്കൊരിക്കലും നാം കൂട്ടുനിൽക്കാൻ പാടില്ല. മദ്യം, പലിശ, ചൂതാട്ടം, വ്യഭിചാരം, സ്ത്രീധനം, കൈക്കൂലി, അഴിമതി, കോഴ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഗതികളുണ്ട്. ഒരു മുസ്ലിം ഒരു നിലക്കും അത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളുമായി യോജിക്കാനേ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകം ഭയപ്പെടുന്ന ഒരു സംഗതി ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള സംഗതി. നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്ത വിഷയമാണ്, ഞാനത് സൂചിപ്പിക്കുന്നില്ല. പക്ഷെ അതിന്റെ കരാളഹസ്തത്തിലേക്ക് നമ്മുടെ പിഞ്ചു കുട്ടികൾ, യുവാക്കൾ, കൗമാരപ്രായത്തിലുള്ള ആളുകൾ വീണു പോകുന്നതിനെ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടുകയും അതിന് ജനകീയമായ പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിശക്തമായ ബോധവൽക്കരണത്തിന് പുറമെ അതിശക്തമായ പ്രതിരോധം തീർക്കാൻ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട്, സർക്കാരുമായി കൈകോർത്തുകൊണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒന്നിച്ച് പ്രതിരോധം തീർത്തെങ്കിൽ മാത്രമേ അതിനെ കെട്ടുകെട്ടിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതും നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കണം. നമ്മൾ നന്മയിൽ പങ്കാളികളാവണം, നന്മയിൽ യോജിക്കണം. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. എന്നാൽ ശത്രുതയിലും ഭിന്നിപ്പിലും നിങ്ങൾ ഒരിക്കലും സഹായിക്കരുത് എന്നുള്ള ഖുർആനിന്റെ വചനം. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമ്മൾ ഒന്നിച്ചൊറ്റക്കെട്ടായി ഐക്യപ്പെട്ട് മുന്നോട്ട് പോകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഅ്തസിമൂ ബില്ലാഹി ജമീഅൻ. നിങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ. നിങ്ങൾ ഭിന്നിച്ച് വ്യത്യസ്ത കക്ഷികളായി നിങ്ങൾ മാറിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേറെ പള്ളി ഉണ്ടാക്കുക, വേറെ പോവുക, അത് കരണീയമല്ല. പരമാവധി ഒന്നിച്ചു നിൽക്കുക.
അതിനർത്ഥം ആദർശത്തിൽ വെള്ളം ചേർക്കുക എന്നല്ല. അള്ളാഹുവിന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലൊക്കെ നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളോട് പ്രത്യേകമായി, സഹോദരിമാരോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം സമൂഹത്തിന്റെ നല്ല പാതിയാണ് സ്ത്രീകൾ. ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നാവും, ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നാവും. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കുഴപ്പത്തിൽപ്പെട്ടത് അവരുടെ സ്ത്രീകൾ മൂലമായിരുന്നു, മുഖേനയായിരുന്നു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുദ്ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, വത്തഖുന്നിസാ, നിങ്ങൾ സ്ത്രീകളെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കാത്ത് പരിരക്ഷിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ പെരുമാറ്റ രീതികൾ, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ ഇന്ന് വലിയ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനെ ദുരുപയോഗം ചെയ്ത് ചൂഷണം ചെയ്യാനുള്ള ഒരുപാട് ആളുകൾ, കണ്ണുകളുമായി പലരും രംഗത്തുണ്ട്. അവയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ വേഷവിധാനം ഇസ്ലാമികമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം ഫിലിസ്തീനിലെ മുസ്ലിം സമൂഹം, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ, ഉമ്മത്തിന്റെ ഒരു നോവായി ഇന്നും ഫലസ്തീൻ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ മുസ്ലിം കുഞ്ഞിനെയും തുടച്ചു മാറ്റിയിട്ടേ വിശ്രമമുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ജൂതനായ അവിടുത്തെ ഭരണാധികാരി നടക്കുന്നത്. നമ്മളത് പത്രദ്വാര അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. നമുക്ക് ചെയ്യാനുള്ളത് അങ്ങേയറ്റത്തെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയേക്കാൾ വലിയൊരു ആയുധം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള സഹോദരി സഹോദരന്മാർ, അവർ ഹജ്ജിന്റെ പരിസമാപ്തിയിലാണ്. സുരക്ഷിതമായി ഹജ്ജ് പൂർത്തിയാക്കി വീണ്ടും നമ്മളോടൊപ്പം ഒത്തുചേരാൻ അവർക്ക് തൗഫീഖ് കിട്ടാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളൊക്കെ പള്ളിയിൽ ഈദ്ഗാഹിൽ ഹാജരായ സന്ദർഭത്തിൽ പള്ളിയിലേക്ക് വരാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ വീട്ടിലോ കിടപ്പ് രോഗികളായി പോയ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, നീ അവരുടെ ശാരീരികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ ശരിയാക്കി അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ പ്രവാസികളായ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ ജ്യേഷ്ഠ അനിയന്മാർ, അവരൊക്കെ നമുക്ക് വേണ്ടി മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. നമ്മുടെ പെരുന്നാളിന്റെ സൗന്ദര്യം യഥാർത്ഥത്തിൽ അവരുടെ വെയിലാണ്, അവരെ സഹിച്ച ചൂടാണ്. അവരെ മറന്നുകൊണ്ടൊരു പെരുന്നാൾ നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ ഉപ്പമാർക്ക് വേണ്ടി, ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി, അളിയന്മാർക്ക് വേണ്ടി, അമ്മാവന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ അകാരണമായി ജയിലിൽ അടക്കപ്പെട്ട എത്രയോ ആളുകൾ, ഒരു കാരണവുമില്ല വെറുതെ ജയിലിൽ കിടക്കുന്ന എത്രയോ ആളുകൾ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അഭയാർത്ഥികളാക്കപ്പെട്ട ആളുകളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരെയൊക്കെ ഓർത്തുകൊണ്ടല്ലാതെ നമുക്കൊരു പെരുന്നാൾ ഇല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷം എന്ന് പറയുന്നത് അവരുടെ ആരാധനയാണ്. ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആഘോഷ പരിപാടികൾ നമുക്കില്ല. ഈ പെരുന്നാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉളുഹിയ്യത്താണ്, ബലികർമ്മമാണ്. നമ്മൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഉളുഹിയ്യത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ഈ മഹല്ലുമായി ബന്ധപ്പെട്ട ഉളുഹിയ്യത്ത് ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ച സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഇവിടെ വെച്ച് നടക്കും. കഴിയുന്ന എല്ലാ ആളുകളും, അതിൽ ചേർന്ന ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ അതിൽ പങ്കെടുക്കുകയും അതിന് ഒത്താശകരായി വരികയും ചെയ്യേണ്ടതുണ്ട്. അത് വലിയൊരു പുണ്യകർമ്മമാണ്. സാധുക്കളായ ആവശ്യക്കാരായ ആളുകൾക്ക് മാംസപ്പൊതികൾ എത്തിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. അങ്ങനെ നമ്മുടെ പെരുന്നാൾ എന്ന് പറയുന്നത് ആളുകളെ സഹായിച്ചുകൊണ്ടുള്ള പെരുന്നാളാണ്. ഈദുൽ ഫിത്തറിന്റെ സമയത്ത് എല്ലാ വീടുകളിലും അരി എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ പള്ളിയിൽ ഹാജരായത്. എന്നാൽ ഈദുൽ അദ്ഹ പള്ളിയിൽ വിട്ടതിന് ശേഷം
നമ്മൾ ബലിയറുത്ത് അതിന്റെ ഇറച്ചി മാംസം എല്ലാവർക്കും എത്തിക്കുക. ഇങ്ങനെ എല്ലാ നിലക്കും ആളുകളെ സഹായിച്ചുകൊണ്ടുള്ള മാനവികമായ ഒരു ആഘോഷമാണ് നമ്മുടെ ആഘോഷം. ഇതിനെ പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ, അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപാടും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്, ഈ സമുദായത്തിൽ നിന്ന് ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആഘോഷം നമ്മൾ ഇസ്ലാമികമായി മാറ്റണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും നല്ലത് കുടുംബ ബന്ധങ്ങൾ, കുടുംബങ്ങളെ സന്ദർശിക്കാം, രോഗികളെ സന്ദർശിക്കാം, അതുപോലുള്ള നാട്ടിലെ നല്ല നല്ല കാര്യങ്ങളിൽ ഇടപെടാം. ഇത്തരം കാര്യങ്ങളുമൊക്കെയായി ഈ ആഘോഷ നിമിഷങ്ങളെ നമുക്ക് സന്തോഷകരമാക്കി തീർക്കാം എന്നുള്ളതാണ്. ഈ ആശംസകൾ നമ്മൾ പരസ്പരം നേരുക, തക്ബീറുകൾ ഉറക്കെ മുഴക്കുക. ഇതെല്ലാം പ്രത്യേകിച്ചും ഈ വിശുദ്ധമായ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങൾ കൂടി നമുക്ക് ആഘോഷമായുണ്ട്. അതിൽ നോമ്പ് പാടില്ല എന്നുള്ളതാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ ആരും നോമ്പ് നോൽക്കാൻ പാടില്ല. നന്നായി ഭക്ഷണം കഴിക്കുകയും ആളുകളെ സഹായിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്മയിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഈദിന്റെ സന്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരണപ്പെടുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകുകയും നമ്മിലും നമ്മുടെ മാതാപിതാക്കളിലും വന്നുപോയ കുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുകയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫയും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഗസയിലെ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള സഹോദരി സഹോദരങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് സുരക്ഷിതമായി തിരിച്ചെത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്നതാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.